കേട്ടോളൂ, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം. കുറ്റിപ്പുറം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കരുതെന്ന് ഖുർആൻ പറയുന്നില്ലെന്നും അതിൽ നിന്ന് അവരെ വിലക്കുന്നത് ശരിയല്ലെന്നും പ്രമുഖ ഇസ്ലാം പണ്ഡിതനായ ഡോക്ടർ സാക്കിർ നായിക്ക് പറഞ്ഞു. വാദിനൂറിൽ SKSSF ദശവാർഷിക സമ്മേളനത്തിൽ സെമിനാറിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അപ്പൊ നിങ്ങൾ ഫത്വ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ പറഞ്ഞു ഫത്വ എന്താ, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോവാന്നാ. അപ്പൊ നിങ്ങൾ സുന്നത്തിയമായിട്ടൊന്ന് വിട്ടുപോയി എന്നതാ വിഷയം. എല്ലാ അവര് ശരിയാന്ന് വിചാരിച്ച് പെട്ടുപോയവർ പോയി എന്നല്ല ഞാൻ പറഞ്ഞു. സാധാരണക്കാരത് പെട്ടുപോയവരാണ്. പക്ഷെ ഇവരെ നേതാക്കൾക്ക് സുന്നത്ത് ജമാഅത്തിൽ വിശ്വാസമില്ല. സുന്നത്ത് ജമാഅത്തിന് എതിരായിട്ടാണ് അവരിപ്പോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ഇവരെ നേതാവ് പ്രസംഗിക്കുന്നത് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നത് അത് ഇത്ര കൊണയില്ലാന്നേ ഉള്ളൂ. അതെന്നിട്ടു ഉദ്ധരിക്കുന്ന വേറെയും കുറെ ഹദീസുകളുണ്ട്. അവിടെ സ്ത്രീകൾ പള്ളിയിൽ പോയി, ഇവിടെ വന്നു, ഇവിടെ ഇരുന്നു, ഇങ്ങനെ കുറെ ഹദീസുണ്ട്. ഇത്തരം ഹദീസുകൾ ഒരു മിനിറ്റ് അയാളെ കണ്ടില്ല നിങ്ങൾ? മുജാഹിദീങ്ങളെ പോലെ തന്നെ തലമറക്കാണ്ടല്ലേ അയാളെ പ്രസംഗം. എന്നാ അതുപോട്ടെ, അയാളെ ശേഷം അതിന് മുജാഹിദ് മറുപടി പറയുന്നുണ്ട്. ആ മുജാഹിദ് മറുപടി തലയെ കെട്ടിയിട്ടുണ്ട്. രണ്ടും കൂടി കണ്ടോളിങ്ങൾ. ഒരു സ്ത്രീകൾക്ക് നിരുപാധികം പള്ളിയിൽ വിലക്കേർപ്പെടുത്താൻ പാടില്ല. അതന്നെ അർത്ഥം. എന്താ സംശയം? ആ സ്ത്രീകളാണ് പള്ളികൾ പ്രവേശിക്കപ്പെടാൻ പാടില്ല, പള്ളി മലിനമാകും. എടാ, ഒരു പെണ്ണ് സ്ത്രീ പള്ളി പ്രവേശിച്ചിട്ടുണ്ട് തന്നെ, ഒരു ബക്കറ്റ് വെള്ളം കൊടുത്തോട്ടെ മുക്ലിക്കാം, ഇവിടെ കഴുകണല്ലോ, അശ്വിൽ അവിടെ നെജസായല്ലോ, മലിനമായല്ലോ. അങ്ങനെ ഒരു വാദഗതി ഇസ്ലാമല്ല. അടിസ്ഥാനപരമായി സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനാനുമതി വിലക്കപ്പെടേണ്ടതല്ല. ലാക്കിൻ പക്ഷേ നിബന്ധനകൾക്ക് വിധേയമായി. ആ നിബന്ധനകൾ സ്വഹാബത്തും താബികളും സ്വയം ഉണ്ടാക്കിയതല്ല. അത് പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞതാ. അവർ സ്വന്തം വകയല്ല. ഒരു ഹദീസ് മാത്രം എടുത്താൽ പോരാ, ഓരോ ഹദീസിലും വിശദമായി പരിശോധിച്ച് സ്വഹാബത്തും താബികളും ഹദീസിൽ നിന്നാണ് ആ ഉപാധികൾ മുഴുവൻ കണ്ടെത്തിയത്. ആ ഉപാധികളൊക്കെ പാലിക്കപ്പെടുകയാണെങ്കിൽ സ്ത്രീ പള്ളി പോകൽ നിരുപാധികം ഹറാമെന്ന് പറയാൻ പറ്റില്ല. പോകുന്നത് മറ്റല്ലാതെ പറയാൻ പറ്റൂ. ഈ ഷർത്തുകൾ പാലിക്കാൻ കഴിയോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസ് സ്വഹാബത്തും താബികളും കൈമാറുന്ന ആ ഷർത്തുകൾ ഇതാ വ്യക്തമായി പറയുന്നു. ഒന്നാമത്തെ ഷർത്ത് എന്താണ് പറയുന്നത്? എല്ലാ ഷർത്തും ഒക്കെ ആണെങ്കിലും നിങ്ങൾ സ്ത്രീ പള്ളിയിൽ പോകുകയാണെങ്കിൽ ഹറാമാണ് നമ്മൾ പറയില്ല. എന്നാ ദീൻ ഇസ്ലാം നമ്മളെ വക പറയേണ്ടത്? അള്ളാന്റെ ദീന്റെ നിയമങ്ങൾ പ്രകടമല്ലേ? ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4 മദ്ഹബുകളിലും വളരെ വ്യക്തമായി ആധികാരികമായി രേഖപ്പെട്ട് കിടക്കുന്നതല്ലേ? ആ രേഖയെ മറികടന്നുകൊണ്ട് സ്വന്തം വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കാൻ നമ്മളാറില്ല. അടിസ്ഥാനപരമായി 7 നിബന്ധനകൾ ഒത്തുവന്നാൽ സ്ത്രീ പള്ളി പോകൽ കറാഹത്താണ്, മോശമാണെന്നേ പറയുള്ളൂ. കുറ്റം കിട്ടും, ഹറാമാണെന്ന് പറയില്ല. എന്താ ഉപാധികള്? സുഗന്ധം പൂശാൻ പാടില്ല, ഇസ്ലാമിക വേഷം ധരിക്കണം, ഭർത്താവിന്റെ സമ്മതം ഉണ്ടായിരിക്കണം. അതൊക്കെ ഞങ്ങളും പറയുന്നുണ്ട്. ഇസ്ലാമിക വേഷം ധരിക്കാത്തവര് പള്ളിയിൽ വരണ്ടാന്നാ ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ സംഗതി രണ്ടും ഒന്നായില്ലേ? പക്ഷെ അയാൾക്ക് തലേ കെട്ടുണ്ട്, ഇയാൾക്ക് തലേ കെട്ടില്ല. മുജാഹിദ് മൗലവിക്ക് തലേ കെട്ടുണ്ട്. പക്ഷേ മുജാഹിദ് മൗലവി പറഞ്ഞ ശരിയാ നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. അയാളെ ഞാൻ ശരിയാക്കി തരാം. അതൊക്കെ ഞങ്ങൾക്കറിയാം. അതിന് നിങ്ങളറിയണ്ട, നിങ്ങൾക്കത് അറിഞ്ഞൂടാ. അറിഞ്ഞൂടാത്തോ പണിയെടുക്കരുത്. മുജാഹിദ് മൗലവി പറയുന്ന കേട്ടോളി, ആവശ്യത്തിന് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാം ദീന്. എന്നിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ സാധാരണയായി വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടത്. അത്യാവശ്യത്തിനോ ആവശ്യത്തിനോ അല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല. ഇന്ന് അനാവശ്യമായി പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്നു. ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിനെ എതിർക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. പെണ്ണുങ്ങൾ യഥേഷ്ടം വിഹരിക്കാൻ പാടുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പെണ്ണുങ്ങൾ അത്യാവശ്യത്തിനെ പോവാവുന്നതാണ് ഇപ്പൊ മൗലവി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകേണ്ട അത്യാവശ്യം എന്താ? മൗലവിനെ കാണാനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, നിസ്കരിക്കാൻ വീടാണ് സ്ത്രീകൾക്ക് ഖൈറ്. ഖൈറും വിട്ട് പള്ളിയിൽ പോകേണ്ട ആവശ്യം എന്താ പറ? ഖൈറും വിട്ട് പള്ളിയിൽ പോകേണ്ട ആവശ്യം എന്താ? അത് പറ. അതാ ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. വയുവാഫിഖുഹു ഖൗലു ഇബ്നു ഖുസൈമ മിൻ അകാബിരി അസ്ഹാബിനാ സലാത്തുൽ മർഅതി ഫീ ബൈതിഹാ അഫ്ളൽ മിൻ സലാത്തിഹി ഫീ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇൻ കാനത് തഅദിലു അൽഫ സലാത്തിൻ ഇന്നമാ അറാദ ബിഹി സലാത്ത് റിജാലി ദൂന നിസാഇ. മദീനത്തെ പള്ളിയിൽ 1,000 ഇരട്ടി അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ പോലും
അവിടെ പുരുഷന്മാരാണ് പള്ളിയിൽ പോകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫൈദാ കാനത്ത് അഫ്ളല ഫല്ലദീ യുഖ്രിജുഹാ മിൻ ബൈതിഹാ ഇമ്മ റിയാഉ വസ്സുംഅതു. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്നാണ് അവൾക്ക് ബഹുമാനമെന്ന് വരുമ്പോൾ പിന്നെ ഓളെന്തിനാ പുറത്തു പോകുന്നത്? അതൊന്നുകിൽ ലോകമാന്യത്തിന് വേണ്ടിയാണ്. വഹുവ ഹറാമുൻ, ലോകമാന്യം കാണിക്കൽ ഹറാമാണ്. വൈമാലി ഗർദിന്നാഹറ, അല്ലെ വേറെന്തോ ആവശ്യത്തിന് പോവാണ്. മിൻ അഗ്റാദിൻ നഫ്സി, സ്വന്തം തടീച്ചയുടെ വിഷയത്തിന്. മിൻ തഫറുജിൻ വഗൈരിഹി, ഒന്ന് രംഗത്ത് വരിക എന്നുള്ള നിലയ്ക്ക്. വഹുവ മുഖ്രിജുൻ ലിൽ അമലി അനിൽ ഇഖ്ലാസി, അത് ഇഖ്ലാസിൽ നിന്ന് മനുഷ്യനെ പുറപ്പെടുവിക്കുന്നതാണ്. വലാ യജൂസു ലിഅഹദിൻ അൻ യുഫ്തിയ, ഒരാൾക്കും ഫത്വ കൊടുക്കാൻ പറ്റൂല. ഔ യദന ഫീ തർക്കിൽ ഇഖ്ലാസി, ഇഖ്ലാസി വേണ്ടാന്ന് പറയാൻ ഒരാൾക്കും അധികാരമില്ല. എന്നാൽ ഈ പറഞ്ഞതിനെ സംബന്ധിച്ചൊക്കെ മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു വളരെയേറെ വിശദീകരണങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എന്നാൽ തന്നെയും ഈ കാലഘട്ടത്തിൽ ഫിത്ന ഉറപ്പാണ് എന്ന് മനസ്സിലായതിനാൽ മുതഅഖിരീങ്ങളിൽപ്പെട്ട മഹാന്മാർ ഖാല ബഅദുൽ മുതഅഖിരീന എന്ന് പറഞ്ഞു മിനൽ ബദൈമായ ഖൗഫി ശഹ്ർ റമളാന വഹുവ നൗമുൻ നിസാഇ ഫിൽ ജാമി യദ്ഖുലുന്ന മഅ റിജാലി എന്ന് പറഞ്ഞു വിശദീകരിച്ചിട്ട് മഹാനവർകൾ അത് എടുത്തുദ്ധരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. രണ്ട് വലിയ പണ്ഡിതന്മാർ തഖിയുദ്ദീനുൽ ഹസനി റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ മറ്റു ഇബ്നു മുഹമ്മദ് നജ്ജാരി റളിയല്ലാഹു അൻഹും ഈ രണ്ടു പേരും പറഞ്ഞതിൽ വഫീമാ ദക്കറാഹു കിഫായത്തുൻ ലിമൻ തറക ഹവാഹു, തടീച്ചയെ വഴിപ്പെടുന്നവനല്ലെങ്കിൽ ആ മഹാന്മാർ പറഞ്ഞതിന് ധാരാളം മതി എന്ന് പറഞ്ഞു. വഖദ് ظن بعض الناس ان القول بالتحريم والادعاء الاتفاق على المنهي مخالف للمذهب وليس كذلك وعلي ما اذكر كلاما مجموعا من كتب المذهب വഗൈരിഹി യുവദ്ദിഹു മുറാദഹുമാ. ശാഫി മദ്ഹബിൽ മാത്രമല്ല മുഴുവൻ മദ്ഹബ് ഞാൻ നിനക്ക് വിവരിച്ചു തരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം മഹാനവറുകൾ വിശദീകരിക്കുന്നതിന്റെ ഇടയ്ക്ക് പറയാണ് ഇദാ ഫമിമ്മാ ദക്കറാഹു അന്നൽ മുഫ്താ ബിഹി, ആ രണ്ട് ഇമാമിങ്ങളും പറഞ്ഞത് ഫീ ഹാദ സമാനി, ഇക്കാലഘട്ടത്തിൽ മന്നു ഖുറൂജിഹിന്ന, സ്ത്രീകൾ പോകുന്നത് പള്ളിയിൽ ജമാഅത്തിന് ഒന്ന് തടയണമെന്നാണ്. വലാ യതവഖഫു ഫീ ദാലിക ഇല്ലാ ഗബിയ്യുൻ, മൂഢനല്ലാതെ അതിൽ സംശയിക്കൂല. താബിഉൻ ലിഹവാഹു, തടീച്ചയെ പിന്തുടരുന്നവനല്ലാതെ. കാലഘട്ടത്തിന്റെ മാറ്റമനുസരിച്ച് ഇത്തരം വിധികൾക്കും കാലോചിതമായി തന്നെ പറ്റൂല എന്ന് തന്നെ പറയണം. ഇതാണ് ശരി. മുൻഗാമികളും പിൻഗാമികളുമായ മുഴുവൻ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലും ഇങ്ങനല്ലേ പറഞ്ഞത് ഇമാമിങ്ങൾ. എന്നിട്ട് ഇമാമിങ്ങൾക്കെതിരെ ഇവര് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പ്രസംഗിക്കുന്ന സെക്രട്ടറിയാ. ആകയാൽ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇല്ല.